വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ UGC NTA നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട അറബിക്കിലെ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിവിധ സെഷനുകളിലൂടെ നമ്മൾ യൂണിറ്റ് 6 വരെ പൂർത്തീകരിച്ചു. ഇനി നമുക്ക് 4 യൂണിറ്റുകൾ കൂടിയാണ് ഈ ഒരു സീരീസിലായിട്ട് നമുക്ക് ബാക്കിയുള്ളത്. യൂണിറ്റ് 7ൻ്റെ ആദ്യത്തെ ഒരു സെഷനാണിത്. നമുക്ക് യൂണിറ്റ് 7 പോയട്രി, പ്രോസ് ഇങ്ങനെ മെയിൻലി 2 പാർട്ടുകളായിട്ടാണ് വരുന്നത്. പോയട്രിയിൽ നമുക്ക് 14 ആളുകളെ പഠിക്കാനുണ്ട്. പ്രോസ് വീണ്ടും എസ്സേ, ഷോർട്ട് സ്റ്റോറി, നോവൽ, ഡ്രാമ എന്നിങ്ങനെ വീണ്ടും കാറ്റഗറി ആയിട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ കവിതയിൽ വരുന്ന ആദ്യത്തെ ആളാണ് സാമി അൽ ബാറൂദി എന്ന് പറയുന്നവർ. ആധുനിക അറബി കവികളിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ളതും കവിതയ്ക്ക് കുറേ കൂടി പുതുമകളൊക്കെ നൽകുകയും ചെയ്തിട്ടുള്ള ആളുകൂടിയാണ് സാമി ബാറൂദി എന്ന് പറയുന്നത്. അദ്ദേഹം ജനിക്കുന്നത് കെയ്റോയിലാണ്. ഈജിപ്തുകാരനാണ് അദ്ദേഹം. അബവൈനി മിൻ ഷർക്കസി പാരമ്പര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കളുള്ളത്. റബ്ബുസ് സൈഫി വൽ ഖലം അദ്ദേഹത്തിൻ്റെ ഒരു ലഖബാണ്, സ്ഥാനപ്പേരാണ് റബ്ബുസ് സൈഫി വൽ ഖലം. അദ്ദേഹം തൂലിക ചലിപ്പിച്ച് വളരെ ശ്രദ്ധേയനായിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ അദ്ദേഹം സൈനിക രംഗത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആയുധത്തിൻ്റെയും തൂലികയുടെയും പ്രധാനപ്പെട്ട വക്താവായിട്ട് പരിചയപ്പെടുത്തപ്പെടുന്നു. റായിദ് മദ്രസത്തിൽ ബഅസി വൽ ലഹിയ ആധുനിക കവിതയിലെ ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു ഇദ്ദേഹത്തിലൂടെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. മദ്രസത്തുൽ ബഅസി വൽ ലഹിയ എന്നാണ് ആ മൂവ്മെൻറ്റ് അറിയപ്പെടുന്നത്. അതിൻ്റെ തലവനായിരുന്നു സാമി അൽ ബാറൂദി. ഫഅബൂഹു കാന ലാബിതൻ ഫിൽ ജയ്ഷിൽ മിസ്രി വഹുവ മിൻ ഉമറാഇൽ മദ്ഫഇയ്യ ജഅലഹു മുഹമ്മദ് അലി മുദീറൻ ലി ബർബർ വദങ്കല. അദ്ദേഹത്തിൻ്റെ പിതാവ് സൈന്യത്തിലൊരു ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹം മെയിനായിട്ടുള്ള ഈ തോക്ക് അത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. മുഹമ്മദ് അലി അദ്ദേഹത്തെ ബർബർ ദങ്കല ഈ മേഖലയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തെ നിയമിച്ചു. ഇനി തലക്കൽ ബാറൂദി ദുറൂസഹുൽ ലൂല അദ്ദേഹം പ്രാഥമിക പഠനം സ്വീകരിച്ചു. അങ്ങനെ എഴുത്തും വായനയൊക്കെ പഠിച്ചു. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി. ഗ്രാമർ, അതേപോലെ സർഫ്, ഇങ്ങനെയുള്ള കർമ്മശാസ്ത്ര കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിക്കുന്നത് മദ്രസത്തിൽ മുബ്തദയാൻ എന്ന് പറയുന്നിടത്താണ്. ലം യകുൻ ഹുനാക ഫി ഹാദിഹിൽ മർഹല സിവാ ഹാദി ലിതദ്രീസിൽ മർഹല അൽ-ഇബ്തിദായിയ വകാനത് ഖാസതൻ ബിൽ ഉസർ അൽ മർമൂഖ വ ഔലാദിൽ അകാബിർ. വളരെ പ്രമുഖരായ ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ളതായിരുന്നു ഈ ഒരു കലാലയത്തിലേക്ക് സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഓൾറെഡി സൈന്യത്തിലൊക്കെ പെട്ട ആളാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ പഠിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഫഇന്ന വാലിദതഹു ഖദ ജലബത് ലഹു അൽ മുഅല്ലിമീൻ ലിതഅലീമിഹി ഫിൽ ബൈത്ത്. ഇവർ വലിയ കുടുംബമായതുകൊണ്ട് തന്നെ സാമി ബാറൂദിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് അധ്യാപകരെ വിളിച്ചു വരുത്തി, ട്യൂഷനൊക്കെ കൊടുക്കാറുണ്ട്, ഹോം ട്യൂഷനൊക്കെ. ആ രീതിയിൽ വീട്ടിലേക്ക് അധ്യാപകരെ വിളിച്ചു കൊണ്ടുവരാറുണ്ടായിരുന്നു അവരുടെ ഉമ്മ എന്നുള്ളതാണ് പറയുന്നത്. ഇൽതഹഖഹു ഫി സാനിയ അശറ മിൻ ഉമരിഹി അദ്ദേഹത്തിൻ്റെ 12ാമത്തെ വയസ്സിൽ ബിൽ മദ്രസത അൽ ഹർബിയ അദ്ദേഹം സൈനിക സ്കൂളിൽ ചേർന്നു. വതഖറജത് ലാബിതൻ 1854 1854 അദ്ദേഹം ഓഫീസറായിട്ട് അവിടെ നിന്ന് ഗ്രാജുവേറ്റഡായി. ഫൽതഹഖ ബിൽ മർഹല അത്തജ്ഹീസിയ മിനൽ മദ്രസത്തിൽ ഹർബിയ പിന്നെ പ്രിപ്പറേറ്ററി സ്റ്റേജിൽ അവിടെ അദ്ദേഹം ജോയിൻ ചെയ്തു മഫ്രൂസയിൽ. വന്തലമ ഫിഹ യദ്റുസു ഫുനൂനുൽ ഹർബ് എങ്ങനെയാണ് ആർട്ട് ഓഫ് വാർ, യുദ്ധം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട പ്രായോഗിക കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ പഠിച്ചു. വതഖറജ മിനൽ മഫ്രൂസ അങ്ങനെ 854 അവിടെ എന്തായിരുന്നത് അദ്ദേഹം ചേരുന്നത്. 855 അവിടെ നിന്ന് അദ്ദേഹം ഗ്രാജുവേറ്റഡായി. ഫലമ തഖറജൽ ബാറൂദി ഫിൽ മദ്രസത്തിൽ ഹർബിയലും യജിദ് അമലൻ മദ്രസത്തുൽ ഹർബിയയിൽ നിന്ന് അദ്ദേഹം ബിരുദമൊക്കെ എടുത്ത് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന് എവിടെയും ജോലിയൊന്നും ഉണ്ടായില്ല. വശറഅ യഅമലു ഫി മൈദാനിൻ ജദീദ് ഹുവ മൈദാനു അശ്ശഇരിൽ അറബി അങ്ങനെ അദ്ദേഹം സൈനിക ഓഫീസറൊക്കെ ആയിട്ട് പഠനമൊക്കെ പൂർത്തീകരിച്ചു. പിന്നീട് അദ്ദേഹം വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കവിതയുടെ മേഖലയാണ്. അപ്പോൾ തീർത്തും വ്യത്യസ്തമായ ഒരു പഠന മേഖലയിൽ നിന്ന് സാഹിത്യത്തിൻ്റെ മേഖലയിലേക്കാണ് ബാറൂദി പിന്നീട് കടന്നു വരുന്നത്. സാഫർ ഇല ആസ്ഥാന 1857 അദ്ദേഹം തുർക്കിയിലെ ആസ്ഥാനയിലേക്ക് പോയി. വസ്തഖല ബി വിസാറത്തിൽ ഖാരിജിയ വിദേശ മന്ത്രാലയത്തിൽ അദ്ദേഹം ജോലി ചെയ്തു. വസഖഫ അൽ ഫാരിസിയ വ തുർക്കിയ പേർഷ്യനും അതേപോലെ ടർക്കിഷും നന്നായിട്ട് പഠിച്ചു. വലല്ല ഹുനാക നഹവ 7 സനവാത് 7 വർഷക്കാലം അദ്ദേഹം അവിടെ ചെലവഴിച്ചു.
വആദമൽ ഖദി ഇസ്മായിൽ, അദ്ദേഹം ഇസ്മായിൽ എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരിയുടെ കൂടെ 857 അദ്ദേഹം അവിടെ നിന്നു 7 വർഷക്കാലം. 863 തിരിച്ചു വരുന്നുണ്ട്. 7 എന്ന് പറയുമ്പോൾ 864 തോന്നുന്നു. 863 തിരിച്ചു വരുന്നുണ്ട്. വഹുവ ഖാമ ബി സിയാറ, എന്തിനായിരുന്നു ഖദി ഇസ്മായിൽ തുർക്കിയിലേക്ക് പോയത്? ഈജിപ്ഷ്യൻ ഭരണാധികാരിയായിരുന്നു ഇസ്മായിൽ. അദ്ദേഹം എന്തിനായിരുന്നു തുർക്കിയിലേക്ക് പോയത്? ബഅദ തൗലിയത്തിൽ അർഷ്, അദ്ദേഹം അധികാരസ്ഥനായ ശേഷം അവിടെ സന്ദർശിച്ചതാണ്. ലി യുഖദ്ദിമ ആയാത്തി ശുക്ർ ലിൽ ഖിലാഫ, അദ്ദേഹത്തെ അധികാരത്തിലേറ്റിയതിൽ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെയുള്ള സ്വാധീനം, പങ്ക്, ആ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് നന്ദി അറിയിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം 963 അവിടേക്ക് പോയിരുന്നത്. അങ്ങനെ 963 അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ സാമി ബാറൂദി തിരിച്ചു വരികയും ചെയ്തു. അയ്യന ഫി സലാഹിൽ ഫർസാൻ ലി ഫത്ര ഖലീല, കുറഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം അഷാരിയുടെ ആ പടയുടെ കൂടെ എന്തായിട്ടുണ്ട്? നിയമിക്കപ്പെട്ടിട്ടുണ്ട്. സുമ്മ സാഫറ ഇല ഫ്രൻസ, പിന്നീട് അദ്ദേഹം ഫ്രഞ്ചിലേക്ക് പോയി. മാ ത്വായിഫത്തി മിനൽ ലുബ്ബാത്ത് ലി യുഷാഹിദു ഇസ്തിയാറാദൽ ജയ്ഷിൽ ഫറൻസി അസ്സനവി, ഈ സൈനിക പരേഡുകളുണ്ട് വാർഷികമായിട്ട് ഓരോ വർഷത്തിൽ ഒരു അതാത് രാജ്യത്തിൻ്റെയൊക്കെ വലിയ സൈനിക പരേഡും മറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ത്യയുടേത് ഉണ്ടാവാറുണ്ട്, പ്രധാനപ്പെട്ട രാജ്യം ചൈനീസ് പരേഡൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതേപോലെ ഫ്രഞ്ച് സൈന്യത്തിൻ്റെ വാർഷികമായിട്ടുള്ള ഒരു എക്സ്പോ ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് ഈജിപ്തിലെ ഒരു സംഘത്തിൻ്റെ കൂടെ അദ്ദേഹം എന്തായിട്ടുണ്ട്? ഫ്രഞ്ച് സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. സാഫറയില ലണ്ടൻ ലിയറൽ അമൽ അസ്കരി, സൈനിക പ്രവർത്തനങ്ങളൊക്കെ കാര്യങ്ങൾ സന്ദർശിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ലണ്ടനിലേക്കും പോയിട്ടുണ്ട്. വകാനമിൻ ഖുവാദിൽ ഹമലത്തൈനിൽ മിസ്രിയത്തൈനി ലി മുസാഅദത്തി തുർക്കിയ, തുർക്കിയെ സഹായിച്ചിട്ടുണ്ട് ഈജിപ്ഷ്യൻ സൈന്യം വിവിധ സന്ദർഭങ്ങളിൽ. അത്തരം ഒരു ഘട്ടത്തിൽ 2 സൈനിക സംവിധാനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് തുർക്കിയെ സഹായിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട 2 ടീമിൽ അദ്ദേഹം ഉണ്ടായിട്ടുള്ളത്? ഒന്ന് ഫി സൗറത്തി ക്രീത്ത്, 1868 ക്രീത്ത് എന്ന് പറയുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന് ഫിൽ ഹർബിർ റൂസിയ, തുർക്കിയും റഷ്യയും തമ്മിൽ 1877 മറ്റൊരു യുദ്ധം ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിലും തുർക്കിയുടെ പക്ഷം ചേർന്നുകൊണ്ട് ഈജിപ്ഷ്യൻ സൈന്യം പ്രവർത്തിച്ചിരുന്നു. അതിൽ സാമി ബാറൂദി അംഗമായിരുന്നു. അപ്പോൾ തഖല്ലബ ഫി മനാസിബ ഇൻതഹദ് ബിഹി ഇലാ റിയാസത്തിൻ നുള്ളാർ, അദ്ദേഹം മെയിനായിട്ടുള്ള ഒരു തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റമൊക്കെ കിട്ടുന്നൊരു വരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, വിവിധ സ്ഥാനങ്ങളിലായിട്ട്. നസല ഇസ്മായിൽ അൻ വിലായത്ത് മിസർ ലിബിൻഹി തൗഫീഖ്, തൻ്റെ മകൻ തൗഫീഖിന് വേണ്ടിയിട്ട് ഈജിപ്ഷ്യൻ അധികാരത്തിൽ നിന്ന് ഇസ്മായിൽ ഇറങ്ങി. വഉയ്യിനൽ ബാറൂദി നാദിറൻ ഔ വസീറൻ ലിൽ ഔഖാഫ്, അങ്ങനെ അദ്ദേഹം ഔഖാഫിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിട്ട് നിയമിക്കപ്പെട്ടു. വലമ്മ ഹദത്ത് സൗറ അൽ ഉറാബിയ, 1882 ഉറാബി വിപ്ലവം നടന്ന, അഹമ്മദ് ഉറാബിയുടെ നേതൃത്വത്തിലാണല്ലോ ഉറാബി വിപ്ലവം നടക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം വിപ്ലവകാരികളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇസ്താന തൗഫീഖ് ബെ ഹറാബ് അൽ ഇൻജിലീസി ലിദ്ദൽ വതൻ വ ജയ്ഷിഹി, തൗഫീഖ് എന്ത് ചെയ്തു? ഇംഗ്ലീഷുകാരോട് എന്ത് ചെയ്തു? ഈ സൈന്യത്തിനെതിരെയൊക്കെ സഹായം തേടുകയൊക്കെ ചെയ്തു. ഇല്ലമ്മ ബാറൂദ് ഇല സൗർ, അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹം വിപ്ലവത്തിൽ അംഗമായി. അൽ ഉറാബിയ കാന മിൻ ഖായിലി ഗിമാരിഹ വഖദ് നുഫിയ ഫി ജമാഅത്തി സായിരീൻ ഇല ജസീറത്തി സറന്ദീബ്, അങ്ങനെ കലുഷിതമായ വിപ്ലവങ്ങളൊക്കെ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തു? 1882 ഈ അഹമ്മദ് ഉറാബിയുടെ നേതൃത്വത്തിലുള്ള ആ ഉറാബി വിപ്ലവത്തിൽ അദ്ദേഹം ഭാഗമായതുകൊണ്ട് സറന്ദീബ് അഥവാ ശ്രീലങ്കയിലേക്ക് അദ്ദേഹം നാട് കടത്തപ്പെട്ടു. ശ്രീലങ്കയുടെ തലസ്ഥാനം ശ്രീലങ്ക അഥവാ സിലോൺ എന്നും പറയാറുണ്ട്. പഴയ ശ്രീലങ്കയുടെ പേര് സിലോൺ എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം 17 വർഷക്കാലം എന്ത് ചെയ്തു? അവിടെ ചെലവഴിച്ചു. 1882-83 സമയത്ത് അദ്ദേഹം പോയി. 1900 ആ സമയം വരെ അദ്ദേഹം ചെലവഴിച്ചത് ശ്രീലങ്കയിലാണ്. ആദ ബഅദഹ ഇലാ മിസ്ർ, അങ്ങനെ 17 വർഷക്കാലങ്ങൾക്ക് ശേഷം ഈജിപ്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. വഅകഫ അലാ ജംഇ ശഅരിഹി വ മുഖ്താറാത്തിഹി ഹത്താ ഫുഖിദ ബസറുഹു, അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ കവിതകൾ സമാഹരിക്കുക, അദ്ദേഹത്തിൻ്റെ അബ്ബാസി കവികളുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഖ്തിയാറുണ്ട്, മുഖ്താറാത്ത് ഉണ്ട്, അതിൻ്റെയൊക്കെ കളക്ഷൻ, ഇതിലൊക്കെ ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഹത്താ ഫുഖിദ ബസറുഹു, അങ്ങനെ അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അവസാന കാലത്ത് കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ തൂഫിയ, അങ്ങനെ അദ്ദേഹം 1904 മരണപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ സാമി ബാറൂദിയുടെ മരണം സംഭവിക്കുന്നത് 1904 നല്ല ഫിൽ മംഫാബി മദീനത്തി കൊളംബോ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പലായന കാലഘട്ടത്തിൽ കൊളംബോ എന്ന് പറയുന്ന ശ്രീലങ്കയുടെ തലസ്ഥാന നഗരിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ യുആനി അൽ വഹദ, ഏകത്വം അനുഭവിച്ചു. വൽ മറല, രോഗം ഉണ്ടായിരുന്നു. വൽ ഖുർബ, ഒരു തരം ഒറ്റപ്പെടൽ അനുഭവിച്ചു. അൻവത്തനി, തൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരു തരം ഒറ്റപ്പെടൽ. ഫസജ്ജല കുല്ല ദാലിക ഫീ ശൈരിഹി അന്നാബി മിൻ അലമിഹി വ ഹനീനിഹി, ഇതെല്ലാം എന്തായിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ കവിതയിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അങ്ങനെ വഫിൽ മംഫ, അദ്ദേഹം ഈ ഒരു പലായന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ശ്രീലങ്കയിൽ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് പഠിച്ചിട്ടുണ്ട്? ബിത്തഅല്ലുമിൽ ഇൻജിലീസിയ ഹത്ത അത്ഖനഹു, ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു. കേവലം പഠിച്ചു എന്നുള്ളത് മാത്രമല്ല, ഇംഗ്ലീഷ് ഭാഷ വളരെ നന്നായിട്ട് തന്നെ, ഹത്ത അത്ഖനഹു, അത് വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. ഷൗക്കി ദൈഫ് പറയുന്നുണ്ട്, യസ്തരികു ഫി ഹുറൂബി ദൗല ഉസ്മാനിയ ഫയസിഫു വഖാഇഹ വസ്ഫൻ ദഖീഖൻ വഅതിഫൻ ഹമാസിയ മുൽതഹിബ വബിദാലിക ഈദു ലനാ ഫന്നൽ ഹമാസ. ഷൗക്കി ദൈഫ് പറയുന്നത് എന്താണ്? ഈ ഉസ്മാനി ഖിലാഫത്തിൽ ആ സമയത്തൊക്കെയുള്ള യുദ്ധങ്ങളിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, സാമി ബാറൂദി. അതിലെ വിഷയങ്ങളൊക്കെ അദ്ദേഹം യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായി ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫന്നുൽ ഹമാസ എന്നൊക്കെ പറയുന്നത് അബൂ തമാമും ബുഹ്തരിയൊക്കെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ഫന്നിനെ ആധുനിക കാലത്തിൽ നമുക്ക് മടക്കി നൽകിയ ആളാണ് സാമി ബാറൂദി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1839 ടു 1904 എന്ന് പറയുന്നതാണ് സാമി ബാറൂദിയുടെ കാലഘട്ടം. അപ്പോൾ ഈ ആധുനികതയുടെ അറബ് സാഹിത്യത്തിൻ്റെ ആധുനികമായിട്ടുള്ള ഒരു രംഗപ്രവേശം എന്നൊക്കെ പറയുന്നത് സാമി ബാറൂദിയെ പോലെയുള്ള ആളുകളുടെ ശ്രമഫലമായിട്ടാണ് കവിതയിൽ സംഭവിക്കുന്നത്. വേറെ പല ശാഖകളിലും അതിന് കുറച്ചുകൂടി മുമ്പേയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കവിതയിൽ സംഭവിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇനി യുഅരിഫു ഷെയർ, അദ്ദേഹം കവിതയ്ക്ക് നൽകുന്ന നിർവചനം എന്താണ്? ബി അന്നഹു ലുഗ, കവിത എന്ന് പറയുന്നത് ലുഗത്തുൻ ഖയാലിയത്തുൻ യതഅല്ലഖു വമീലുഹാ ഫി സമാവത്തിൽ ഫിക്ർ, ചിന്തയുടെ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന ഭാവനാത്മകമായിട്ടുള്ള ഭാഷയാണിത്. ഫതൻബഇസു അശ്യഅതുഹാ ഇലാ സഹീഫത്തിൽ ഖൽബ്, ഹൃദയമാകുന്ന താളിലേക്ക് അതിൻ്റെ ജ്വാലകൾ നിർഗളിക്കും. ഫയുഫീദു ബി അൽആൽ ബിലഇലാതിഹാ നൂറൻ യത്തസിലു ഖൈതുഹു ബി അസില്ലത്തിൽ ലിസാൻ ഫയംബൈസു ബി അൽവാൻ മിനൽ ഹിക്മ, തത്വജ്ഞാനത്തിൻ്റെ വിവിധ വർണ്ണങ്ങളോടുകൂടി നാവിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു കോർക്കപ്പെട്ട രീതിയിൽ ഇങ്ങനെ കൃത്യമായി ഒഴുകി വരുന്ന ഭാവനാത്മകമായിട്ടുള്ള ഭാഷയാണ് കവിത എന്ന് പറയുന്നത്. ഇതാണ് സാമി ബാറൂദി കവിതയ്ക്ക് നൽകുന്ന നിർവചനം എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ രചനകൾ ഏതൊക്കെയാണ്? അദ്ദേഹത്തിന് ഒരു ദീവാനുണ്ട്, 2 ജുസ്ഇലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. മദ്ഹ്, ഗസല്, ഫഖ്ർ, ഹമാസ, സിയാസ, ഇജ്തിമ, ഇത്തരം വിഷയങ്ങളിലൊക്കെയാണ് അത് പ്രധാനമായും ഊന്നൽ നൽകുന്നത്. ഉസ്താദ് അലി ജാരിമി അത് എന്തായിട്ടുണ്ട്? അത് ഷർഹ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ഷഫീഖ് എന്നിവരും അതേപോലെ ദക്തർ ഹുസൈൻ ഹൈക്കലും അതെന്തായിട്ടുണ്ട്? അതിന് ആമുഖവിധിയൊക്കെ ചെയ്തിട്ടുണ്ട്. 1940 ഈ രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. പിന്നീട് ബാറൂദിയുടെ മുഖ്താറാത്ത്, നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹം പലായനത്തിന് ശേഷം ഇതിലൊക്കെ സമയം ചെലവഴിച്ചു. എന്താണ് ഈ മുഖ്താറാത്തിലുള്ളത്? 30 മുവല്ലദീങ്ങളായിട്ടുള്ള അബ്ബാസി കാലഘട്ടത്തിലെ 30 കവികളുടെ രചനകളാണ് അദ്ദേഹം സമാഹരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണത് പ്രസിദ്ധീകരിക്കും മറ്റും ചെയ്തിട്ടുള്ളത്. 7 ബാബുകളാണ്. അദബ്, മദ്ഹ്, റസാ, സിഫാത്ത്, നസീബ്, ഹജാ, സുഹുദ്, ഇങ്ങനെ 7 ബാബുകളിലായിട്ടാണ് അതുള്ളത്. മറ്റൊന്ന് കശ്ഫുൽ ഉമ്മ ഫി മദ്ഹി സയ്യിദുൽ ഉമ്മ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കുറിച്ചിട്ടുള്ള മദ്ഹാണ് ഇത് 447 ബൈത്തിലായിട്ടാണുള്ളത്. അതിൽ ബുർദയുടെ ഒരു പാരഡി പോലെയാണ്. ഖാഫിയ, വസന്, ഇതെല്ലാം ഏത് രൂപത്തിലാണ്? ബുർദയുടെ ഒരു പാരഡി എന്ന നിലക്കാണ് അദ്ദേഹം അത് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇതാണ് സാമി ബാറൂദിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. യൂണിറ്റ് 7 ഏറ്റവും പ്രധാനപ്പെട്ട കവികളിൽ ഒരാളാണ്. പല തവണകളിലായിട്ട് പല രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കപ്പെട്ടിട്ടുള്ള ആൾ കൂടിയാണ് സാമി ബാറൂദി. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. താങ്ക് യു.